അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നാദാപുരത്ത് നടത്തിവരുന്ന ഈ ഖണ്ഡന പ്രസംഗങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പേരോട് ഉസ്താദിനെയും മുജാഹിദ് പണ്ഡിതനായ ഹുസൈൻ സലഫിയെയും ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ എന്താണെന്ന് പ്രസംഗിക്കുകയും അത് മധ്യസ്ഥന്മാർ മുഖേന അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഇതൊരു തെറ്റായ ഉദ്ദേശമാണെന്ന് എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് ഇറങ്ങിയതും. അതുപ്രകാരം ബഹുമാന്യപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘടനയായ SYS നാദാപുരം മേഖലാ കമ്മിറ്റിക്കും ഹുസൈൻ സലഫിയുടെ പരിപാടി സംഘടിപ്പിക്കുന്ന KNM നാദാപുരം മേഖലാ കമ്മിറ്റിക്കും വരപ്പുറത്ത് കുഞ്ഞബ്ദുൽ ഹാജി, കൺവീനറായ സൂപ്പിക്കുട്ടി മാസ്റ്ററായ ഞാൻ, ജമാൽ ഹാജി എന്നീ 3 പേരും ഒപ്പിട്ടുകൊണ്ട് കത്ത് കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ SYSന്റെ മറുപടി അവരുടെ ലെറ്റർ പേഡിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ആ കത്തിൽ അവർ പറഞ്ഞത്, നിങ്ങൾ സ്വീകരിക്കുന്ന ഈ നിലപാട് ശരിയാണ്, ആ പരിപാടിയുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ടായിരുന്നു കത്ത്. ഈ കത്ത് കിട്ടിയതിന് ശേഷം 2-3 പ്രാവശ്യം ഞങ്ങൾ മേഖലാ കമ്മിറ്റി KNMന്റെ മേഖലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവരോട് അന്വേഷിച്ചതിൽ അവരെ കമ്മിറ്റി കൂടട്ടെ, അടുത്ത ആഴ്ച കമ്മിറ്റി ഉണ്ട് എന്ന് പറയുകയും, അങ്ങനെ ആ ആഴ്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് മേഖലാ കമ്മിറ്റി പോരാ, ജില്ലാ കമ്മിറ്റി കൂടണം, സംസ്ഥാന കമ്മിറ്റി കൂടണം എന്നൊക്കെയുള്ള മറുപടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ഒരു ഒഴുക്കം മട്ടിലുള്ള അവരുടെ ഒരു പിന്മാറ്റമാണ് എന്ന് വിലയിരുത്തുകയും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മുജാഹിദിൻ്റെ നമ്മുടെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളോട് അന്വേഷിച്ചതിൽ അവർ തീരുമാനം വൈകിക്കുകയാണ് എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഉളുപ്പുണ്ടോ? എന്തോ ആവട്ടെ, ആ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അതൊക്കെ വിലപ്പെട്ട രേഖകളായി ഞങ്ങൾ ഇന്നും സൂക്ഷിക്കുകയാണ്. എന്നാൽ ഹുസൈൻ സലഫിയുടെ കഴിഞ്ഞ നാദാപുരം പ്രസംഗത്തിൽ അദ്ദേഹം ഇതൊരു സംവാദം തന്നെ, ഇതൊരു മിഥ്യയായ കത്താണ്, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസംഗം നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഉളുപ്പുണ്ടോ? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ വരപ്പുറത്ത് കുഞ്ഞുപിള്ള ഹാജിയും ഞാനും ജമാൽ ഹാജിയും ഒപ്പിട്ട് നൽകിയ കത്തുകളാണ് KNM മേഖലാ കമ്മിറ്റിക്കും SYSന്റെ മേഖലാ കമ്മിറ്റിക്കും നൽകിയത്. ആ കത്തുകളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് SYSന്റെ മറുപടി കത്ത് കിട്ടുകയും ആ കത്ത് പ്രകാരം KNMന്റെ കത്ത് കിട്ടാത്തതുകൊണ്ട് പിന്നെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ SYS ഞങ്ങളോട് ആലോചിച്ചു, ഞങ്ങളിങ്ങനെ ഒരു മറുപടി തന്നതിൽ നിങ്ങളുടെ നിലപാടെന്താണ്, ആ കത്തിനുള്ള മറുപടി എന്താണ് എന്ന് ഞങ്ങളോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് കുഞ്ഞുപിള്ള ഹാജിയും ഞാനും ഒപ്പിട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ഇന്നും
SYSന്റെ മേഖലാ കമ്മിറ്റിയുടെ കയ്യിലുണ്ടാവും. അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. പക്ഷേ ഹുസൈൻ സലഫിയുടെ പരിപാടി സംഘടിപ്പിച്ച മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കത്ത് വ്യാജമാണോ, ഈ സംഘടന വ്യാജമാണോ, ഇവിടെ നിൽക്കുന്ന ഞാൻ വ്യാജമാണോ, കുഞ്ഞുപിള്ളാജി വ്യാജനാണോ എന്നൊക്കെയുള്ള അന്വേഷണത്തിന് പകരം നിങ്ങളുടെ പ്രസ്ഥാനം അതിന് തയ്യാറാണെങ്കിൽ, SYS അതിന് തയ്യാറാണ് എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മൾ സംഘടിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എവിടെ വേദി ഒരുക്കണം, എന്തൊക്കെയായിരിക്കണം വ്യവസ്ഥകൾ എന്നൊക്കെ മധ്യസ്ഥന്മാർ മുഖേന നമുക്ക് സംസാരിക്കാം. തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഞങ്ങളുമായി സമീപിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതൊരു വിവാദമാക്കി തീർക്കാതെ, ഞങ്ങളിത് നല്ല ഉദ്ദേശത്തോട് ചെയ്ത ഈ പ്രവൃത്തി ഒരു വിവാദമാക്കി ഇനിയും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ ഇതുമായി സഹകരിക്കണമെന്ന് മുജാഹിദ് സുഹൃത്തുക്കളോട് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയുമായി ഞങ്ങളുടെ പരിപാടിയുമായി സഹകരിച്ച SYSന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞങ്ങൾ ആവശ്യം വരുമ്പോൾ അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഉളുപ്പുണ്ടോ 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 ഉളുപ്പുണ്ടോ